ഗായ്സ്, ഒരു പണിയില്ലാത്ത ദിവസത്തെ പണികളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അമ്മ ഇറങ്ങിയപ്പോൾ അമ്മയുടെ കൂടെ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നല്ല പണിക്കാരിയാണെന്ന്. എവിടെ, ഞാൻ വീട്ടിലുള്ള പണികൾ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൈക്കോട്ടൊക്കെ എടുത്ത് ഇറങ്ങാറുണ്ട്. അങ്ങനെ എപ്പോഴൊന്നും ഞാൻ ഇവിടെ വന്നിട്ട് പണി ചെയ്യാറില്ല. മെയിൻ പണിക്കാരി ഇവിടുത്തെ അമ്മ തന്നെയാണ്. അങ്ങനെ തേരാപാരം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് ശരിക്കും പഴുത്തിട്ടൊന്നുമില്ല. ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിട്ടുണ്ടാവേ. അപ്പോൾ ഞാനതെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള പുളിയുള്ള എന്ത് സാധനം വേണേലും കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും പുളിയുള്ള സാധനങ്ങൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ തിരയുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ കണ്ണ് കിട്ടിയതൊക്കെ കഴിക്കുകയാണ്. ഇത് കഴിച്ചതിന് ശേഷം തക്കാളി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ തക്കാളി എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തക്കാളിക്ക് സാധാരണ നല്ല പുളിയാണല്ലോ, പക്ഷേ ഇത് തക്കാളി കഴിക്കുന്ന പോലെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ വേറൊരു സംഭവം കഴിക്കുന്ന ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒടുക്കത്തെ മധുരമായിരുന്നു. ഇതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എന്നെ പോലെ കൗതുകം തോന്നിയിട്ട് ഇതിൻ്റെ തൈ ആരെങ്കിലും മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആള് ചെറുതാണെങ്കിലും തരുന്ന ഫലം വലുതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്രൂട്ട്. നമ്മളിത് വെറുതെ കഴിക്കാനാണെങ്കിലും അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. എനിക്ക് മൽബറിയൊക്കെ കഴിക്കുന്ന പോലെയാണ് ഇത് കഴിക്കുമ്പോൾ തോന്നാറുള്ളത്. അങ്ങനെ തക്കാളി തീർന്നു പോയി. ഇനി വേറെ വല്ലതും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ തപ്പി തിരഞ്ഞ് നടക്കുന്ന കൂട്ടത്തിലാണ് 2 മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന മൂച്ചിയാണ്. അതിലിപ്പോൾ കുറേ പൂവുണ്ടെങ്കിലും 2-3 കായേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പറിക്കാൻ പറ്റില്ല. അമ്മ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും കേട്ടോ. അമ്മ ആറ്റ് നോറ്റ് കൊണ്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ അത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെന്ന് നോക്കിയത് പപ്പായയാണ്. അതെനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല. അതിന് പുളിയല്ലല്ലോ, അതുകൊണ്ട് ഇത് മധുരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതൊരു കുഞ്ഞൻ പപ്പായ ചെടിയാണ് കേട്ടോ. അധിക ഹൈറ്റ് ഒന്നും ഇല്ല. ഞാനേ തീരെ ഹൈറ്റ് ഇല്ല. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കണ്ണിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇതിൻ്റെ കായകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കായ പഴുത്ത് കഴിഞ്ഞാലൊക്കെ നല്ല രസമായിരിക്കും നമുക്ക് പറിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ചുക്കുട്ടി ചീര എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ കായയാണ് കേട്ടോ ഇത്. ഇതിന് നല്ല ഗുണമാണെന്നൊക്കെ പറയാറുണ്ട്. ഇത് ശരിക്കും വയനാടൻ ചീരയാണ്. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടി. ഒരിടയ്ക്ക് ഈ ഒരു ഐറ്റം ചീര നമ്മുടെ വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു. ഇതിന് നല്ല ഗുണമാണ് കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ രോഗങ്ങൾക്കൊക്കെ ഗുണമാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെ സുലഭമായിട്ട് കാണാറില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് അറിയാനുള്ള വഴി കുറവാണ്. അപ്പോൾ വയനാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അറിയാം. അവിടെ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ നമുക്ക് കെട്ട് വാങ്ങാൻ കിട്ടും കടകളിൽ നിന്നൊക്കെ. പിന്നെ ഇതാ നമ്മുടെ ചക്കയിൽ ചക്കയല്ല, നമ്മുടെ ചക്ക മരത്തിൽ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞി ചക്കകൾ. അപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ വെക്കുന്ന സമയത്ത് ഇതിൽ കുഞ്ഞു ചക്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇപ്പോൾ 2 ചക്കയൊക്കെ പിടിച്ച് വന്നു. പിന്നെ മൽബറിയിൽ നോക്കിയപ്പോൾ കുഞ്ഞു കായകളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞനല്ല, കുറച്ച് അത്യാവശ്യം വലിയ കായയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ ഒരു മൽബറി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ കുഞ്ഞു കായായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴുള്ള മൽബറിയിലൊക്കെ അത്യാവശ്യം വലിയ കായകളാണ് ഉണ്ടാവുന്നത്. ഇതമ്മ എവിടുന്നോ ഒരു കൊമ്പ് കൊണ്ടുവന്ന് കുത്തിയിട്ടുണ്ടായിരുന്നതായിരുന്നു. അത് ഇങ്ങനെ വലിയതായി കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൈതച്ചക്ക, അതിൽ പൂവല്ല അതിൻ്റെ കായ വന്നിട്ടുണ്ട് പുറത്തേക്ക്. കുറേ നാളായിട്ട് നോക്കി ഇരിക്കുകയായിരുന്നു ഇത് എന്താ വരാത്തെ. അമ്മ അത് വെട്ടിക്കളയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കാരണം ഇത് ഉണ്ടാവില്ല വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അവസാനം അതിൽ ഒരു കായ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുളകൊക്കെ പറിച്ചു നാളത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. അമ്മ വൈകുന്നേരം വരുമ്പോഴാണ് നാളത്തേക്കുള്ള സംഭവങ്ങളൊക്കെ പറിക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ചെന്നപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറമ്പിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.